ഒരു സംഗിണി തള്ളയുടെ കുരുപൊട്ടൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഇത് പ്ലേ ചെയ്ത് നമ്മുടെ തീട്ടം ബൈജുവിൻ്റെ ചാനലിലാണ്, അതുകൊണ്ട് കണ്ടതാണേ, അല്ലെങ്കിൽ നമ്മളിത് മൈൻഡ് ചെയ്യത്തില്ല. എന്നാലും തീട്ടം ബൈജു ഒരു അഭിപ്രായം നമ്മളോട് അടുത്ത് പറയുമ്പോൾ നമ്മളത് കേട്ടില്ല എന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമുക്കത് കേൾക്കാം. കമൻറ്റും അതിൻ്റെ ക്യാപ്ഷനും ഇതൊക്കെയായിരുന്നു. പച്ചയ്ക്ക് അണ്ണാക്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞതാണ്. എന്നാൽ പിന്നെ ആ അണ്ണാക്കിൽ കൊടുപ്പെന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. കേൾക്കാം. അങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങളും ആ ഓണത്തിന്റെ മറ്റുള്ള എല്ലാ കലാപരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒരു ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനിടയിൽ കൂടെ ഈ ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണെന്നാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളും പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ എന്ന് ചിന്തിക്കുന്ന, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞങ്ങളൊരു കൊമ്പുള്ള ടൈപ്പാണ്, ഞങ്ങള് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വേറെയാണ്, ഞങ്ങളൊന്ന് പിന്നെ വേറൊരു എന്താ പറയാ രീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്നങ്ങ് അതായത് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോ ഈ പറയുന്ന അട്ടയെ പിടിച്ച് മറ്റേ കിടത്തി കിടക്കില്ല എന്ന് പറയില്ലേ, എന്ന പോലെ അട്ടയ്ക്ക് പൊട്ടക്കുളം തന്നെയാണ് താല്പര്യം. അപ്പൊ ഈ പൊട്ടക്കുളം തേടി പോകുന്ന കുളം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഓർമ്മ വന്നത്. തള്ള പറയണ എന്താണെന്ന് മനസ്സിലായോ? തള്ള പറയുന്ന കാര്യം ഇതാണ്. നമ്മളുടെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം നമ്മുടെ കുട്ടികൾ ആഘോഷിക്കാൻ പോകരുത്. ഓണം എന്ന് പറഞ്ഞിരുന്ന അമ്പലത്തിലും പള്ളികളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും അല്ല ഓണം ആഘോഷിക്കണം, അവനവൻ്റെ വീട്ടിലാണ്. ആരുടെയും വീട്ടിൽ പോരുന്നല്ല പറഞ്ഞത്. സ്കൂളിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കുക. കാരണം അവിടെ കിടന്ന് ചാടയും കുത്തയും തുള്ളയൊക്കെ ചെയ്യും. ഇതൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ ആൾക്കാർ നിൽപ്പുണ്ട്. അതൊരു പ്രശ്നമാകും, ആഗോള പ്രശ്നമാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ 3 വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് റെഗുലർലി നടക്കുന്നത്. അതിനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കുന്നതിന് നല്ലതെന്ന് പറഞ്ഞത് ഒരു നല്ല മാതാപിതാവിൻ്റെ ലക്ഷണമാണ്. അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ തള്ള കുളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അയ്യോ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയെ കിടക്കൂലെന്ന് പറഞ്ഞത് സത്യടി. നമ്മൾ വക്കീൽ സത്യാഗ്രഹമോ അതിൻ്റെ മേളിലുള്ള സത്യാഗ്രഹമോ എന്ത് വേണോ ഒക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടെ, അമ്മക്ക് എന്ത് കാര്യം, അമ്മക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, മമ്മയുടെ പാട് നോക്കി ഇരുന്നാൽ പോരെ. പക്ഷേ അവരെല്ലാവരും കൂടെ മെനക്കെട്ട് ഇറങ്ങി നടന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കൊണ്ടുവന്നിട്ടും ഈ അട്ട എന്ന് പറയുന്ന ഈ പുഴുക്കാലട്ട ദേ വീണ്ടും കുപ്പയിലേ പോയി കിടക്കുള്ളൂ എന്നുള്ളതാണ്. ഇത്രയധികം മനുഷ്യർ ജീവൻ മരണ പോരാട്ടം നടത്തി ജീവിതം ത്യാഗം ചെയ്ത് ആ സമരങ്ങളിൽ കൂടെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത 1936 നേടിയെടുത്ത ക്ഷേത്രപ്രവേശനത്തിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐത്തോച്ചാടനം, അതായത് ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് നീ നികൃഷ്ട ജീവിയാണ്, നീ നീങ്ങി നിൽക്കണം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഗതിയെ എടുത്ത് കുപ്പയിലിട്ടിട്ടുണ്ട്. ആ സംഗതിയെ ഇപ്പം റീകളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഗുരുവായൂരിൽ ചുറ്റികലശം എന്ന പേരിൽ നടത്തുന്ന ആയുധം അത് കൊണ്ടുവന്നത് ഏത് കീടാണുവാണടി? അത് നീയാണ്. നിന്നെയൊക്കെ പോലുള്ള കീടാണുകളാണ്. നിന്നെയൊക്കെ പിടിച്ച് മെത്തേ കിടത്തി നീ അവിടെ കിടക്കൂല. ഞാൻ ഭാണനാണ്, ഭരയനാണ്, പിലയനാണ്, ഭാമരനാണ്, മറ്റവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനും, ഞാൻ ഭയങ്കര ശംഭവമാണ്, ഞാൻ കുമ്പയും പേർപ്പിച്ച് നടക്കും, ഞാൻ പെണ്ണ് കെട്ടി നാട് നീളെ ഇങ്ങനെ നടക്കും എന്ന് പറയുന്ന നമ്പൂരി സംഗതികളെയും രണ്ടിനെയും കൂടെ വെച്ചിട്ട് ഈ ജമ്മത്ത് നന്നാക്കാൻ വിചാരിച്ചാൽ നടക്കുന്നില്ല. നീ പറഞ്ഞ പോയിന്റ്, ആ പോയിന്റ് ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുളത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ പറയാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല. കണ്ടിന്യൂ സംഗിണി, കണ്ടിന്യൂ. കുറെ അട്ടകളുണ്ട് കേരളത്തിൽ. ആ അട്ടകള് എപ്പോഴും പറയുക എന്താ വെച്ചാല് അവർക്ക് അവരുടെ ഞങ്ങൾക്ക് ഓണം ഹറാമാണ്, ഞങ്ങള് ക്രിസ്മസിന് കേക്ക് മുറിക്കില്ല, ക്രിസ്മസിന് ആരും കേക്ക് മുറിക്കാൻ പാടില്ല, ഞമ്മന്റെ ആൾക്കാർ ആരും ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല, ഓണം ഹറാമാണ്, ഓണത്തിന് ആരും ഓണത്തിന്റേതായ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഓണത്തിന്റേതായ എന്തിനാടി വളച്ചൊടിച്ച് അങ്ങേയറ്റം കാലിൻ്റെ ഇടയിൽ വരെ കൊണ്ടുപോകണത്? അവർ ഡ്രസ്സിൻ്റെ കാര്യം വേണ്ടിയിട്ടില്ല, കുട്ടികളെ അവിടെ വിടരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡ്രസ്സ് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാണ്. നിനക്കൊക്കെ കാണാൻ പറ്റും ഓണം കണ്ടടം എല്ലാം നിറങ്ങി നടന്ന് ഉള്ള പൈസയും ഇല്ലാത്ത പൈസയും കാണിച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടി പടാരിപ്പ് കാണിക്കണമെന്നോ. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താടി കുഴപ്പമിരിക്കണേ? ഓ ചങ്കിണി എന്തോ ചെയ്യാനാ? യാതൊരു തരത്തിലുള്ള സൈനം കാണിക്കാൻ പാടില്ല, ഓണം ഹിന്ദുവിന്റെ ആഘോഷമാണ് എന്നാണ് ഞമ്മന്റെ ആൾക്കാര്. എന്തായാലും ഭാഗ്യമുണ്ട്, ആ ടീച്ചറിന് ഞാൻ നന്ദി പറയുന്നത് സ്മരിക്കുന്നു. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഇത് ഓണം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ മാത്രമാണ്, നിങ്ങളിത് എന്തിനാഘോഷിക്കുന്നു, ഇങ്ങനെ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സ്കൂളും കോളേജും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഓപ്പൺ ചെയ്ത് ഞങ്ങളവിടെ ജോലിക്ക് പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല. നീ മാത്രം ഇരുന്ന് ആഘോഷിക്കണം. ഇത് ദേശീയ ഉത്സവമാണ്, അതുകൊണ്ടാണ് ഈ അവധി നമുക്ക് കിട്ടുന്നത്. ക്രിസ്മസിന് കിട്ടുന്ന ദേശീയോത്സവമായതുകൊണ്ടല്ല, അതൊരു ടേം ആയതുകൊണ്ട് ആ ടേമിന് 10 ദിവസത്തെ ലീവ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്കൂളിലാണ് കിട്ടുന്നത്, ബാക്കിയുള്ളിടത്ത് 2 ദിവസമേ കിട്ടുള്ളൂ. ആ അവധി ഞങ്ങൾ ആസ്വദിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം നിങ്ങൾ അവധി തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഇവിടെ ഒരു വാഴയില്ല. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വിഭാഗത്തിന് നോക്കി പല്ലിളിച്ച് കാണിച്ച മോളെ കേരളത്തിൽ 26% തീരുമാനിക്കുക എന്ത് വേണോ. അതങ്ങനെ പറ്റുള്ളൂ, അതങ്ങനെ തന്നെ പാടുമുള്ളൂ. അതറിയാത്തത് കൊണ്ടാണ്, അത് അവർക്ക് ബോധം വരാത്തതുകൊണ്ടാണ്. അവർക്ക് ബോധം വന്നാൽ അന്ന് ഇരിക്കുന്ന നിനക്കൊക്കെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്.
അപ്പൊ നമ്മുടെ കേരളത്തില് അങ്ങനെ ഒരു വിഭാഗക്കാർ പറയുന്നുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാണിടാനും അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാനായിട്ടൊന്നും ഒരു മതമേലധ്യക്ഷന്മാർ എന്തോ എങ്ങനെ എപ്പ എന്തൊരാഗ്രഹമാ കടിഞ്ഞു കൊണ്ടുപാടി ആണ് ആ സാധനം ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് ഈ കടിഞ്ഞ? ഇതൊക്കെ കൊണ്ട് നീ നോർത്തിലോട്ട് വെച്ച് പിടി, അവിടെ ചെല്ല്. അവിടെ പെണ്ടാട്ടിയെ കളഞ്ഞിട്ടിരിക്കുന്ന ഒരു ചായക്കടക്കാരൻ ഇരിപ്പുണ്ട്, അതിനെക്കാട്ടി വലിയൊരു ദരിദ്രവാസി ഇരിപ്പുണ്ട്, അവനെയൊക്കെ പോയി ഉണ്ടാക്കി. ഇവിടെ കിടന്ന് ഞൊളഞ്ഞ അടി വാങ്ങിക്കും നീ, അതിനെ തർക്കമേ ഇല്ല. ആട്ടി നീ വാങ്ങിക്കും. അട്ട കുട്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി അപമാനിച്ച തിരിച്ച് അതേ നാണയത്തിൽ അങ്ങോട്ട് തരും. സമയമില്ല, കാലമില്ല, നേരമില്ല. പറയുന്നവരൊക്കെ അങ്ങോട്ട് പറയട്ടെ. നമ്മള് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കട്ടെ. തിട്ടൂരം ഇറക്കുകയാണ്, തിട്ടൂരം. അപ്പൊ ആ തിട്ടൂരങ്ങൾ അങ്ങോട്ട് കേൾക്കട്ടെ. തിട്ടൂരം ഞങ്ങൾ കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ തിട്ടൂരം എന്താണെന്ന് ഞങ്ങൾ കണ്ടു. നീ ആദ്യം അതിന് മറുപടി പറ. നിനക്ക് നീ ചുണയുള്ളവളാണെങ്കിൽ നീ അതിന് മറുപടി പറയടി. ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ജനതയെ നീക്കി നിർത്തുന്ന എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾ മതേതരം പറയുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാരെയും കയറ്റി പോട്ട്, യേശുദാസിനെ കയറ്റി മതേതരം പറ നീ. എന്നിട്ട് നീ തരം പറ. അവിടെ മറ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു പെണ്ണ് പോയി കിടന്ന് സർക്കസ് കാണിക്കുന്നതിനെ എതിർക്കുന്നവളാണ് ഞാൻ. ജസ്നയെ എതിർക്കുന്നവളാണ് ഞാൻ. ജാസ്മിനെ എതിർക്കുന്നവളാണ് ഞാൻ. പക്ഷേ നിങ്ങളുടെ വിഭാഗത്തിലുള്ള മെഴ്സി രവി പ്രസവിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ പയ്യനിക്കെതിരെയും ആയുധം വെച്ചിട്ടുള്ള കളി കളിച്ച വൃത്തികെട്ട ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട്. നീ അതൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് നീ മതേതരം ഉണ്ടാക്കാൻ വാ. നീ ബാക്കിയുള്ള തലയിൽ കയറുമ്പോൾ നിങ്ങളുടെ സ്വസമുദായത്തിൽ നടക്കുന്ന വൃത്തികേടിനെ പറ്റി ഒന്ന് സംസാരിക്കുക. ഈ ഉള്ളതിൽ വെച്ചിട്ട് ഞങ്ങള് എന്തോ ഒരു 914 സംഭവങ്ങളാണ്. അപ്പൊ ഞങ്ങളൊരു സ്പെഷ്യൽ സംഗതികളാണ്, ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അപ്പൊ ഞങ്ങളുടെ കാലത്തിൽ വന്ന് എല്ലാവരും കുപ്പിട്ട് നിൽക്കണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങൾ സ്പെഷ്യലാണ്. അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? ഞങ്ങൾ സ്പെഷ്യലാണ്. നിങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുന്ന, നിങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, 1-2 അല്ലടി 1400 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇംപ്ലിമെന്റ് ചെയ്ത ടീംസാണ്. ഞങ്ങൾ സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളുടെ സാഹോദര്യവും ഞങ്ങളുടെ ചേർന്ന് നിൽപ്പലും വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് കാണിച്ചു തരാറുണ്ടോ? സ്വത്ത് വിട്ടുകൊടുത്താണ് ശീലം, സ്വത്തിന് വേണ്ടി വാളെടുത്ത് ശീലമില്ല. അറിയാലോ. വിഭാഗീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തെളിവാണ് പൊയ്കയിലപ്പച്ചൻ. ഏത് മറ്റേ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞ ഹാലലിയ സൂത്രം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ് തന്നെയാണ്. ബ്രാഹ്മണൻ സ്പെഷ്യൽ ക്ലാസ് എന്ന് എഴുതി കൊടുത്ത നിങ്ങളുടെ ക്ലാസ് ലെവൽ എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. ബ്രാഹ്മണൻ സ്പെഷ്യൽ ക്ലാസ് ആണ് എന്ന് എഴുതി കൊടുത്തത് ഇവിടുത്തെ സർക്കാരാണ്. സർക്കാരിലെ മെയിൻ കൊണാണ്ടർ എന്ന് പറയുന്ന ആള് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രിയല്ല മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി എണ്ണം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിനെ നേതൃത്വം വഹിച്ചത് ഈ എഴുതി കൊടുക്കാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിലക്കാർ ഇത് പാടില്ല എന്ന്. അദ്ദേഹത്തിന്റെ മന്ത്രിമാരായ ബാലൻ അദ്ദേഹത്തിന്റെ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഈ അപമാനം നേരിട്ടിട്ട് ഒരു ചെറു വിരലാട്ടാൻ അദ്ദേഹത്തിന് കൊണ്ട് പറ്റിയില്ല. എന്ത് നവോത്ഥാനം അങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. ഭരണഘടനയിൽ വ്യക്തമായി പറയുന്ന തുല്യം, ആ സമത്വം, അത് ഇവിടെ ഇല്ല. പെണ്ണിനും ആണിനും അല്ല ഈ പറയണ, മനുഷ്യർക്കുമായിട്ടുള്ളത് ആ പരിഗണനയാണ് ഈ പറയണത്. അതില്ല. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെയില്ല. അവിടെ അതുണ്ട്. അവിടെ ആ തീരുമാനമെടുക്കും. പിന്നെ പണ്ഡിതന്മാരുടെ ജോലി ഖുർആനികപരമായ വിഷയങ്ങൾ ചർച്ച വയ്ക്കുക, അതിനെക്കുറിച്ചുള്ള വിവർത്തനങ്ങൾ, വിശകലനങ്ങൾ, വ്യത്യാസങ്ങൾ, വെളിപ്പെടുത്തലുകൾ മാത്രം മതി. അല്ലാതെ ആരുടെയും കുടുംബകാര്യങ്ങളിൽ പിന്നെ പണ്ഡിതന്മാർക്ക് വലിയ കയ്യാളല്ലൊന്നുമില്ല. അതൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന അടി പണ്ഡിതന്മാർക്ക് വാങ്ങിക്കും. അവർ മിണ്ടാതെ അവരെ പാടെ നോക്കിയിരിക്കുന്നു. അല്ലെ പണ്ഡിതന്മാർക്ക് നിങ്ങൾ ഇങ്ങനെ നടക്കണം, നിങ്ങൾ അങ്ങനെ നടക്കണമെന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. പണ്ഡിതന്മാർ ആധിക്യം കൊണ്ടുവന്നാൽ ഈ മതം നശിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു സംഗതി ഇവിടെ ഉണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന അവർ ടീച്ചേഴ്സാണ്. അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അവരുടെ മതവിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സംഗതി ഈ ചെയ്യാൻ പാടില്ലെന്നാണ് കറക്റ്റ്. അവർ പറയുന്ന അതല്ലേ, മറ്റു മതങ്ങളെ വിശ്വസിക്കുകയും മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് അവർ പഠിപ്പിച്ചത്. അവർ പഠിപ്പിച്ചു കൊടുത്തോണ്ട് അവരത് ചെയ്യുന്നത്. അതറിയത്തില്ലേ? അത് കറക്റ്റ് പഠിത്താം. വിവരം വേണം, വിവരം തന്നെയാണ്. അതാണ് വാസ്തവം. കാരണം ഈ പറയുന്ന പ്രത്യേക വിഭാഗക്കാരുടെ കാല് കഴുകി വെള്ളം കുടിക്കാനും അവരുടെ പിന്നാലെ അവരുടെ പെരുന്നാൾ വന്നാലും അവരുടെ നോമ്പ് വന്നാലും ഈ കാല് കഴുകി വെള്ളം കുടിപ്പ് നമ്മളുടെ നാട്ടിൽ ഇതുവരെ നടന്നിട്ടുണ്ടോ? ഉണ്ട്, സ്കൂളിൽ നടന്നിട്ടുണ്ട്. അന്ന് ഈ ബഹളമൊന്നും കണ്ടില്ലല്ലോ സംഗണി ചേച്ചി. അധ്യാപകരുടെ കാൽപാദങ്ങൾ കഴുകി വെള്ളം കുടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ല അന്ന്. ഈ നിങ്ങളെ കണ്ടില്ല? നിങ്ങൾ അവിടെ പോയി താന്നു പോയായിരുന്ന? അന്ന് ഇതുപോലെ ഒരു സർക്കസ് നമ്മൾ കണ്ടില്ലല്ലോ. ഈ ബഹളം നമ്മൾ കണ്ടില്ലല്ലോ. അത് ഇസ്ലാം സ്കൂളിലല്ലല്ലോ, ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷമുള്ള സ്കൂളിലും അല്ലല്ലോ. അത് ഒരു ജനറൽ ആയിട്ടുള്ള, അതായത് ഗവൺമെന്റ് സെക്ടറിലുള്ള സ്കൂളിൽ നടന്ന സംഭവം തന്നെയല്ലേ. അവിടെ ഇസ്ലാമിയരുണ്ടായിരുന്നല്ലോ. അവരത് തർക്കിച്ചില്ലല്ലോ. അവരത് സപ്പോർട്ടല്ലേ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അങ്ങനെ മാഷിനെ അങ്ങനെ നമ്മൾ പൂജിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. ഞങ്ങൾക്ക് അവിടെ ആ ഒരു സ്ഥാപനത്തിനെതിരെ ഒരു പ്രശ്നവും ഇല്ല എന്നല്ലേ പറഞ്ഞുള്ളൂ.
എന്നിട്ടാണോ ഈ വർത്താനം പറയണത്? നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ മതേതര ഈ ഹിന്ദുക്കള് അടക്കം നോമ്പെടുക്കാനും നോമ്പെടുക്കാനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മള് നോക്കി കണ്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ എന്ന അവസ്ഥയാണ് ഈ പറയുന്ന അതേ ഷൈപ്പുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർക്ക് ഒരിക്കലും ഒരു സാഹോദര്യ മനോഭാവം ഉണ്ടാവില്ല. ഈ ലോകം അവസാനിക്കുന്ന കാലം വരെ ഉണ്ടാവില്ല. ഈ സാഹോദര്യ മനോഭാവം നമ്മൾ ഒന്നാണെന്നുള്ള ചിന്തയൊക്കെ ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. സാഹോദര്യ മനോഭാവം ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു തെളിവ് ഞാൻ പറയാം. ഇടി മലൻ ടിവിയുടെ മെയിൻ കൊണാണ്ടർ പണം സമ്പാദിക്കുന്നത് ദുബായ് പോലുള്ള ഒരു ഇസ്ലാമിക രാജ്യത്തിരുന്നുകൊണ്ടാണ്. അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ചങ്ങോട്ട് പിടിച്ചാൽ അവിടെ ഇട്ട് തന്നെ അവനെ തട്ടാൻ പറ്റും. പക്ഷേ അവരൊരു ചെറുവിരൽ പോലും എനക്കത് അവിടെ കയറി കുത്തിയിരിക്കുന്നത് സാഹോദര്യത്തിന്റെ വെളിയിലാണ്. അയാൾ ഒരു ഇന്ത്യൻ നാഷണൽ അംഗീകാരം ഉള്ളത് കൊണ്ടാണ്. അല്ലാച്ചാല് ഞാൻ ഒന്നും പറയുന്നില്ല. ഹിന്ദുവിനെ തട്ടിപ്പേറാണ്. ഹിന്ദു അങ്ങനെ ആയിക്കൊള്ളണം, അതൊരു നിയമമാണ്. ഹിന്ദു എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം, അതാണ്. പിന്നെ വേറൊരു പച്ച പരമാർത്ഥമായ സത്യം എന്താ വെച്ചാല്, നമ്മളെന്ന മനോഭാവം, നമ്മള് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള നമ്മുടെ ഈ സത്യസന്ധമായ മനസ്സ്, ആത്മാർത്ഥമായ മനസ്സ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു വിഭാഗമാണ് നമ്മൾ. അങ്ങനെ ആയതുകൊണ്ട്, കാരണം നമ്മളെ ആരും ജനിക്കുമ്പോ ജാതി പഠിപ്പിക്കുന്നില്ല, മതം പഠിപ്പിക്കുന്നില്ല, വർഗം പഠിപ്പിക്കുന്നില്ല, പിന്നെ എന്താ പറയാ, ഒരു തരത്തിലുള്ള വർഗീയതയും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് അങ്ങനെ പഠിക്കാൻ പോകാനായിട്ടുള്ള സ്കൂളുകളും ഇല്ല, പിന്നെ ഒരു തരത്തിലുള്ള പാഠശാലകളും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു വലിയ കഷ്ടപ്പാടാണ്. പോണോടി, നീ വേദം പഠിക്കണം. പഠിക്കുമ്പോൾ വേറെ ഒരു വേദം പഠിക്കരുത്, ഋഗ്വേദം എടുത്ത് വെച്ച് പഠിക്കണം. മനുസ്മൃതിയും ഋഗ്വേദം എടുത്ത് വെച്ച് പഠിച്ചാൽ നിന്റെ സർവ്വ പ്രശ്നവും അവിടെ പരിഹരിക്കപ്പെടും. എന്തുകൊണ്ടെന്നറിയാമോ? അതിനകത്തുണ്ട്. അത് ശരി, ജാതി മതമൊന്നും ആരും പഠിപ്പിക്കുന്നില്ല അല്ലയോ? പേപ്പറിൻ്റെ ഒരു കോളമുണ്ട്, വിവാഹ പരസ്യ കോളം, ഒന്ന് വായിച്ചിട്ടുണ്ടോ തള്ളേ? അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ജാതിയിലുള്ള ഇന്ന മനുഷ്യനായ ഇന്ന അടി, ഇന്ന പൊക്ക, ഇന്ന താഴ, ഞാൻ ഒന്ന് പറയാം, 125 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെയിറ്റ്, തൈറ്റ്, പൊയിറ്റ്, കറുപ്പ് കറുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് SC ST കാറ്റഗറിയിൽ നിന്ന് വേണ്ട, ബാക്കിയെല്ലാം പോരട്ടെ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. നായർ സമുദായത്തിലെ പെണ്ണ് നായർ സമുദായത്തിലെ ചെറുക്കനെ അന്വേഷിക്കുന്നു എന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ. നീ അപ്പുറത്ത് വേറൊരു കുളം കാണും മുസ്ലിങ്ങളുടെ, മുസ്ലിം യുവാവ്, മുസ്ലിം യുവതി എന്നതിനപ്പുറം ഇന്ന ജാതി എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റിടത്ത് കാണാം, ഏത് ക്രിസ്ത്യൻസിന്റെ കാണാം, സിറിയൻ കാത്തോലിക് യുവ, ലത്തീൻ കാത്തോലിക് യുവ, യാക്കോബ, മാർത്തോമ, ഇതൊക്കെ കാണും. മുസ്ലിംസിന് കണ്ടിട്ടുണ്ടോ? ഇടി വ്യത്യാസം അവിടെ ഉണ്ട്. അത് ഇനി നമ്മൾ അടിച്ചു പറയേണ്ട കാര്യമില്ല, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്താണ് ഞങ്ങളുടെ ബലം. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം ഇന്ത്യക്ക് കൊണ്ടുവന്നത് എന്നാണോ, അതിന്റെ എത്രയോ കാലം മുമ്പേ നാനാത്വത്തിൽ ഏകത്വം എന്നൊരു സംഗതി കൊണ്ടുവന്നതേ ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ്. ടാക്സ് പേയ്മെന്റ് കൊണ്ടുവന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ്. പെണ്ണിന് അവകാശം കൊണ്ടുവന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ്. തുല്യ പരിഗണനയേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കണം, ഒരു പടി കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ മതം ഇസ്ലാം മതം. അങ്ങനെ തുടങ്ങി A to Z, കള്ളം പറയരുത്, വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത് എന്ന സർവത്രമായ സർവ്വ നന്മ നിറഞ്ഞ ഒരു മതത്തിനെ പറ്റി നോക്കി പല്ലടിച്ച് കാണിക്കുന്ന തീട്ടം ബൈജു, നിന്റെ തലയിൽ 100 ഇടി, അത്രയേ ഉള്ളൂ. ഇതിനൊന്ന് മറുപടി പറയാൻ എൻ്റെ അടുത്ത് പറയല്ലേ സഹോ, എനിക്ക് വയ്യ. താങ്ക് യു.